നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ. കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങളായിരുന്നു, ടീനേജിൽ ജനപ്രിയതയും, മുതിർന്നപ്പോൾ വിജയവും സുഖവും അംഗീകാരവും സ്വാധീനവും. പക്ഷേ ചിലപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് മുന്നിലെ സീറ്റ് മാത്രമാണ്. കാർ നിന്നു, വാതിലുകൾ തുറന്നു. പെട്ടെന്ന് ഒരാൾ വിളിക്കും, ഷോർട്ട്കട്ട്. ഒറ്റ വാക്ക്, ചെറിയ വാക്ക്, പക്ഷേ ആ വാക്കിനുള്ളിൽ മനുഷ്യജീവിതത്തിന്റെ പൂർണ്ണ കഥയുണ്ട്. എനിക്ക് മുന്നിലെ സീറ്റ് വേണം, ഏറ്റവും നല്ല സ്ഥലം, മികച്ച കാഴ്ച, പ്രധാനപ്പെട്ട സ്ഥാനം. ഒരുപക്ഷേ ഇത് ഒരിക്കലും മാറുന്നില്ല. കുട്ടികളായിരിക്കെ മുന്നിലെ സീറ്റിനായി അടിച്ചു. മുതിർന്നപ്പോൾ അംഗീകാരത്തിനും സ്വാധീനത്തിനും ശ്രദ്ധയ്ക്കും പ്രാധാന്യത്തിനും വേണ്ടി പോരാടുന്നു. ലോകം നമ്മെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്നത് ആദ്യമാവുക. ഇന്നത്തെ മാർക്കോസ് സുവിശേഷം ഒരു വഴിയിൽ തുടങ്ങുന്നു. നീണ്ട വഴി, ശാന്തമായ വഴി, ജെറുസലേമിലേക്ക് പോകുന്ന വഴി. മാർക്കോസ് പറയുന്ന ഒരു വിചിത്രമായ കാര്യം: യേശു അവരുടെ മുന്നിൽ നടക്കുകയായിരുന്നു. മുന്നിൽ, ഇടയൻ ആടുകളുടെ മുന്നിൽ, കുഞ്ഞാട് കൂട്ടത്തിന്റെ മുന്നിൽ. സ്നേഹം മുന്നിൽ നടക്കുന്നു. ശിഷ്യന്മാർ ഭയന്നു, കാരണം അവരുടെ ഉള്ളിൽ അവർക്കറിയാം ഈ വഴി അപകടമാണ്. യേശുവിനും അറിയാം ഈ വഴി എവിടേക്കാണ് പോകുന്നതെന്ന്. വഞ്ചനയിലേക്ക്, തെറ്റായ ആരോപണങ്ങളിലേക്ക്, മുഖത്ത് തുപ്പലിലേക്ക്, ആണികളിലേക്ക്, കുരിശിലേക്ക്. എന്നിട്ടും അവിടുന്ന് മുന്നിൽ നടക്കുന്നു, കാരണം സ്നേഹം നടക്കുന്നത് നിർത്തുന്നില്ല. പിന്നെ യേശു പറഞ്ഞു, ഇനി ഉപമകളല്ല, പരോക്ഷമല്ല, നേരിട്ട്, വ്യക്തമായി. മനുഷ്യപുത്രൻ ഒറ്റുകൊടുക്കപ്പെടും, കുറ്റം ചുമത്തപ്പെടും, പരിഹസിക്കപ്പെടും, കൊല്ലപ്പെടും, 3 ദിവസം കഴിഞ്ഞ് ഉയിർത്തെഴുന്നേൽക്കും. ആ മൗനം ഓർക്കുക. ആരും ഒന്നും പറയാൻ അറിയാത്ത ആ നിമിഷം, ആ വാക്കുകളുടെ ഭാരം വായുവിൽ തങ്ങി നിന്നത്. പിന്നെ യാക്കോബും യോഹന്നാനും സംസാരിച്ചു. പെട്ടെന്ന് സുവിശേഷം വളരെ മനുഷ്യത്വപൂർണമായി. യേശു കഷ്ടപ്പാടിനെക്കുറിച്ച് പറയുമ്പോൾ അവർ സീറ്റിനെക്കുറിച്ച് ചിന്തിക്കുന്നു. കർത്താവേ, നീരുടെ മഹത്വത്തിൽ വരുമ്പോൾ നിന്റെ വലതുവശത്തും ഇടതുവശത്തും ഞങ്ങൾ ഇരിക്കട്ടെ. മുന്നിലെ സീറ്റുകൾ. അവർക്ക് മുന്നിലെ സീറ്റുകൾ വേണം. നമ്മൾ അവരെ വേഗം വിധിക്കേണ്ട. നമ്മളെല്ലാവരും മുന്നിലെ സീറ്റ് ആഗ്രഹിച്ചിട്ടില്ലേ? കുടുംബത്തിൽ, സമൂഹത്തിൽ, ഓഫീസിൽ, സഭയിൽ. മികച്ച കസേര, മികച്ച പട്ടം, മികച്ച അംഗീകാരം. ലോകം നമ്മെ പഠിപ്പിക്കുന്നത് തുടരുന്നു: കയറുക, ഉയരെ കയറുക, വേഗം കയറുക, ആവശ്യമെങ്കിൽ മറ്റുള്ളവരുടെ മുകളിലൂടെ കയറുക. ചിലപ്പോൾ നമ്മൾ ആ മനോഭാവം ആത്മീയ ജീവിതത്തിലും കൊണ്ടുവരുന്നു. സ്വർഗം വേണം, പക്ഷേ സമർപ്പണമില്ലാതെ. ഉയിർപ്പ് വേണം, ക്രൂശീകരണമില്ലാതെ. കിരീടം വേണം, കുരിശില്ലാതെ. ഈ സുവിശേഷത്തിലെ ഏറ്റവും വേദനാജനകമായ ഭാഗം ഇതാണ്. യേശു തന്റെ ഹൃദയത്തിൽ കുരിശ് വഹിച്ചു നടക്കുകയായിരുന്നു. ശിഷ്യന്മാർ കസേരകൾക്കായി മത്സരിക്കുകയായിരുന്നു. യേശു അവരെ സൗമ്യമായി നോക്കി, ക്ഷമയോടെ, ദുഃഖത്തോടെ. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? ആ പാനപാത്രം, കൈപ്പേറിയ പാനപാത്രം, ഗെത്സമനിയിലെ പാനപാത്രം, കൽവാരിയിലെ പാനപാത്രം, സമർപ്പണത്തിന്റെ പാനപാത്രം, കഷ്ടപ്പാടിന്റെ പാനപാത്രം, പൂർണ്ണമായി ഒഴിക്കപ്പെടുന്ന സ്നേഹത്തിന്റെ പാനപാത്രം. അവർ വേഗത്തിൽ മറുപടി പറഞ്ഞു, കഴിയും. പക്ഷേ അവർക്ക് മനസ്സിലായില്ല. അവർ സിംഹാസനങ്ങൾ സങ്കൽപ്പിക്കുകയായിരുന്നു. യേശു കൽവാരി സങ്കൽപ്പിക്കുകയായിരുന്നു. ഇതാണ് വലിയ വൈരുദ്ധ്യം. യാക്കോബും യോഹന്നാനും മഹത്വത്തിൽ വലതും ഇടതും സ്ഥാനം ചോദിച്ചു. പക്ഷേ യേശുവിന്റെ വലതും ഇടതും ഒടുവിൽ ആരാണ് കണ്ടത്? കുരിശിനരികിൽ ഒരു കള്ളൻ വലതുവശത്ത്, മറ്റൊരു കള്ളൻ ഇടതുവശത്ത്. കാരണം മാർക്കോസ് സുവിശേഷത്തിൽ യേശുവിന്റെ സിംഹാസനം തന്നെ കുരിശാണ്. ലോകം ഇത് മനസ്സിലാക്കുന്നില്ല. ലോകം ഇപ്പോഴും വിളിക്കുന്നു ഷോർട്ട്കട്ട്. ലോകം ഇപ്പോഴും മുന്നിലെ സീറ്റുകൾക്കായി ഓടുന്നു. ചരിത്രം ഇതിനാൽ നിറഞ്ഞിരിക്കുന്നു. സാമ്രാജ്യങ്ങൾ ഇതിന്മേൽ പടുത്തുയർത്തി. കുടുംബങ്ങൾ നശിപ്പിക്കപ്പെട്ടു. സ്നേഹം പോലും ബലിയായി. ഷാജഹാന്റെ മക്കൾ സിംഹാസനത്തിനായി പോരാടി. ഔറംഗസേബ് സ്വന്തം പിതാവിനെ ജയിലടച്ച് അധികാരം പിടിച്ചു. മുന്നിലെ സീറ്റ്,
സിംഹാസനം, ഉയർന്ന സ്ഥാനം. ലോകം ശക്തി നേടുന്നു, പക്ഷേ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. യേശു ഇതെല്ലാം കണ്ടു പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. ദൈവരാജ്യം കയറി ഉയരുന്നതല്ല, മുട്ടുകുത്തി ഉയരുന്നതാണ്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകട്ടെ. ശുശ്രൂഷകൻ, തൂവാല, പാത്രം. ആരും കാണാത്ത സ്നേഹപ്രവൃത്തി. ദൈവരാജ്യം മുട്ടുകുത്താൻ അറിയുന്നവരുടേതാണ്. ലോകം കിരീടങ്ങൾക്കായി കൈനീട്ടുന്നു, യേശു തൂവാലയ്ക്കായി കൈനീട്ടുന്നു. ലോകം പറയും, മറ്റുള്ളവരെ നിന്നെ ശുശ്രൂഷിക്കട്ടെ, യേശു കാൽ കഴുകാൻ മുട്ടുകുത്തുന്നു. ലോകം പറയും, നിന്നെ സംരക്ഷിക്കുക, യേശു കുരിശിൽ കൈകൾ വിടർക്കുന്നു. ലോകം പറയും, നിന്റെ ജീവൻ രക്ഷിക്കുക, യേശു പറയുന്നു, അത് ദാനം ചെയ്യുക. അതുകൊണ്ടാണ് വിശുദ്ധി ലോകത്തിന് വിചിത്രമായി തോന്നുന്നത്. വിശുദ്ധരുടെ ജീവിതം മുന്നിലെ സീറ്റിനായി പോരാടുന്നതല്ല, സ്നേഹിക്കാൻ പഠിക്കുന്നതാണ്. തോമസ് അക്വിനാസിനോട് ദൈവത്തിൽ നിന്ന് എന്ത് പ്രതിഫലം വേണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവേ, നിന്നെത്തന്നെ മാത്രം. സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ഈ ബലിപീഠത്തിനരികിൽ മുന്നിലെ സീറ്റുകളില്ല, പ്രധാന കസേരകളില്ല, പ്രത്യേക സ്ഥാനങ്ങളില്ല. വിശപ്പുള്ളവരും മുറിവേറ്റവരും പാപികളും കുട്ടികളും മാത്രം പിതാവിന്റെ മേശയ്ക്ക് ചുറ്റും കൂടിയിരിക്കുന്നു. സമ്പന്നൻ ദരിദ്രനോടൊപ്പം മുട്ടുകുത്തുന്നു, പഠിച്ചവൻ ലളിതനോടൊപ്പം, പുരോഹിതൻ ജനങ്ങളോടൊപ്പം. നമ്മെല്ലാവരും ശൂന്യമായ കൈകൾ നീട്ടുന്നു, ഒരേ ക്രിസ്തുവിനായി, ഒരേ കരുണയ്ക്കായി, ഒരേ അപ്പത്തിനായി. ഒരുപക്ഷേ സ്വർഗരാജ്യത്തിൽ സിംഹാസനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ മുട്ടുകുത്താൻ പഠിച്ചവരായിരിക്കും. ആമേൻ.